ദൈവനാമത്തിലേവർക്കും സ്നേഹവന്ദനം. നമ്മുടെ വളരെ പ്രത്യേകതയുള്ള പഠന പരമ്പര റോമാലേഖനത്തിൽ നിന്നാണ്. റോമാലേഖനത്തിൽ നിന്നുള്ള 78ാമത്തെ അവതരണമാണ്. ഇത് ദീർഘമേറിയൊരു യാത്ര തന്നെയാണ്. ദൈവവചനം പഠിക്കുവാൻ നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹമുണ്ടാകണം, താല്പര്യമുണ്ടാകണം, അതിനുള്ള സമയം കണ്ടെത്തണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് റോമാലേഖനം പഠനം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മെ പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസ ജീവിതം അനുഗ്രഹത്തോടെ ജീവിക്കുവാൻ, സന്തോഷത്തോടെ ആനന്ദത്തോടെ ദൈവിക സത്യങ്ങൾ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നാം നമ്മുടെ ജീവിതത്തിൽ അല്പസമയം ദൈവത്തിനായി വേർതിരിക്കുക തന്നെ വേണം. ദൈവത്തിന് വേണ്ടി സമയം കൊടുക്കണം. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. മൂല്യമുള്ളത് എന്താണെന്ന് തിരിച്ചറിയണം. ചപ്പും ചവറും നിറഞ്ഞ ലോകത്തിലെ ഇമ്പമേറിയ ജഡീകമായ മോഹങ്ങളുടെ പിന്നാലെ അലയുന്നതിന് പകരം നമ്മുടെ ഹൃദയവും മനസ്സ് ദൈവത്തിൽ ഉറപ്പിക്കുവാൻ വചനത്തിൻ്റെ പരിജ്ഞാനം നമ്മൾ പ്രാപിക്കണം. പരിജ്ഞാനമില്ലെങ്കിൽ ദൈവമക്കൾ പോലും നശിച്ചു പോകുമെന്നാണ് ദൈവം പറഞ്ഞത്. ഇപ്പോൾ നാം റോമാലേഖന പഠനത്തിൻ്റെ 78ാമത്തെ അവതരണത്തിൽ എത്തി നിൽക്കുമ്പോൾ അതിൻ്റെ 4-ാം അധ്യായത്തിലാണ്. മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നതിന് 2 വ്യവസ്ഥകൾ ഉണ്ട്. 2 വ്യവസ്ഥകൾ ഭൂമുഖത്ത് കാണപ്പെടാം. ഒന്ന്, കർമ്മത്തിൽ ആശ്രയിച്ച പ്രമാണത്തിൻ്റെ വ്യവസ്ഥ. മറ്റൊന്ന്, കൃപയുടെയും വിശ്വാസത്തിൻ്റെ വ്യവസ്ഥ. ഇതാണ് റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 8 വരെ ദൈവത്തിൻ്റെ ആത്മാവ് കാഴ്ചവെക്കുന്നത്, നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വ്യക്തമായി തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. പ്രമാണത്തിൻ്റെയും പ്രവൃത്തിയുടെയും അഥവാ കർമ്മമാർഗത്തിൻ്റെ വ്യവസ്ഥ അതുവരെ ഒരിക്കലും നമുക്ക് നീതീകരണം പ്രാപിക്കുകയില്ല. അവിടെ അബ്രഹാമിൻ്റെയും ദാവീദിൻ്റെ ഉദാഹരണങ്ങളാണ് പൗലോസ് അപ്പോസ്തലൻ നിരത്തിയത്. പ്രഥമമായിട്ട് പൗലോസ് യഹൂദ ജനത്തോടാണ് സംബോധന ചെയ്യുന്നത്. അവരുടെ മനസ്സിൽ ഏറ്റവും പ്രിയപ്പെട്ട, അവർക്ക് വീരനായകന്മാരായി അവരെ ബഹുമാനിക്കുന്ന 2 കഥാപാത്രങ്ങളാണ്. ഒന്ന് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. പ്രവൃത്തി കൂടാതെയുള്ള നീതീകരണം അബ്രഹാമിൻ്റെ ജീവിതത്തിലുണ്ടായി. അബ്രഹാം ദൈവവിശ്വാസിയാണ്. രണ്ടാമത് ദാവീദിൻ്റെ ഉദാഹരണം നമ്മൾ കണ്ടു. വളരെ ശ്രദ്ധേയമായ ഉദാഹരണമാണ് ദാവീദിൻ്റെ ജീവിതം. ദാവീദ് വലിയ ക്രൂരമായ, മാരകമായ, മൃഗീയമായ പാപമാണ് ചെയ്തത്. പക്ഷെ ദൈവം അവനോട് ക്ഷമിച്ചു കൊടുത്തു. ദാവീദിൻ്റെ പാപത്തെക്കുറിച്ച് പറയുന്ന 2 വാക്കുകൾ പ്രത്യേകിച്ച് ഇവിടെ പറയുന്നത് അധർമ്മം അല്ലെങ്കിൽ അതിക്രമം, 2 പാപം. അധർമ്മം മോചിച്ചും പാപം മറച്ചും. 3 വാക്കുകളാണ് ദാവീദിനോട് ദൈവം ഇടപെട്ടതായ ആ കൃപയുടെ 3 അവസ്ഥകൾ. ഒന്ന്, അധർമ്മം മോചിച്ചു കൊടുത്തു, പാപം മറച്ചു കൊടുത്തു, അതിക്രമം അല്ലെങ്കിൽ പാപം കണക്കിട്ടില്ല. ഈ 3 പ്രയോഗങ്ങൾ വളരെ നിർണായകമാണ്. ദൈവം അപ്രകാരമാണ് തൻ്റെ നമ്മൾ കണക്കെഴുത്ത് ക്രമീകരണത്തെക്കുറിച്ച് കണ്ടു. ദൈവത്തിൻ്റെ കയ്യിലുള്ള കണക്ക് പുസ്തകം, അതിൽ ദാവീദിൻ്റെ ജീവിതത്തോട് ഇടപെട്ടപ്പോൾ അപ്രകാരം ഇടപെട്ടു എന്നുള്ള നമ്മൾ കണ്ടു. വാസ്തവത്തിൽ ദാവീദിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതിൻ്റെ ഗൗരവം നാം മനസ്സിലാക്കിയാൽ ദാവീദിന് കിട്ടിയ വലിയ കൃപ കാണാൻ കഴിയും. ദാവീദ് മോശയുടെ ന്യായപ്രമാണത്തിൽ കീഴിൽ ജീവിക്കുന്ന മനുഷ്യനാണ്. ആ മോശയുടെ ന്യായപ്രമാണ പ്രകാരം ദാവീദ് മരണകരമായിട്ടുള്ള പാപം ചെയ്തു. തന്നെ കല്ലെറിഞ്ഞ് കൊല്ലാൻ ഇടവരുന്ന പാപങ്ങളാണ് താൻ ചെയ്തത്. പ്രത്യേകിച്ച് 1 വ്യഭിചാരം, 2 കൊലപാതകം. ആവർത്തന പുസ്തകത്തിൻ്റെ 22-ാം അധ്യായം, ആവർത്തന പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം 24-ാം വാക്യപ്രകാരം മോശയുടെ നിയമപ്രകാരം തനിക്ക് വരേണ്ടത് എന്താണ്? ഒരു പുരുഷൻ്റെ ഭാര്യയായ സ്ത്രീയോടുകൂടെ ഒരുത്തൻ ശയിക്കുന്നത് കണ്ടാൽ സ്ത്രീയോടുകൂടെ ശയിച്ച പുരുഷനും സ്ത്രീയും ഇരുവരും മരണശിക്ഷ അനുഭവിക്കണം. ഇങ്ങനെ ഇസ്രയേലിൽ നിന്ന് ദോഷം നീക്കിക്കളയണം. അതിൻ്റെ 24-ാം വാക്യം. നല്ല നിലവിളിക്കായി കൊണ്ടും പുരുഷൻ കൂട്ടുകാരൻ്റെ ഭാര്യയ്ക്ക് പോരായിക വരുത്തിയത് കൊണ്ടും നിങ്ങൾ അവരെ ഇരുവരെയും പട്ടണവാതിക്കൽ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു കൊല്ലണം. ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കിക്കളയണം. ആ സ്ത്രീ സമ്മതം കൊടുത്തു, നിലവിളിച്ചില്ല. തനിക്ക് ഇഷ്ടമായിരുന്നു. 2 പേരെയും കൊന്നുകളയാൻ പറഞ്ഞു ദൈവം. എത്ര മാരകമാണ്! ഇത് തന്നെ പുതിയ നിയമത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ കർത്താവ് യേശുവിൻ്റെ മുമ്പാകെ ഒരു സ്ത്രീ വ്യഭിചാര കർമ്മത്തിൽ അകപ്പെട്ട ഒരു സ്ത്രീയെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ, ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു, നീ ഇവളെക്കുറിച്ച് എന്ത് പറയുന്നു? യേശുവിൻ്റെ മുമ്പാകെ അവർ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ദാവീദിനെ കല്ലെറിഞ്ഞു കൊല്ലേണ്ടതാണ്. കൂടാതെ ദാവീദ് ചെയ്ത കൊലപാതകം എന്ന പാപത്തിന് ലേവ്യ പുസ്തകത്തിൻ്റെ 24-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം, ലേവ്യ പുസ്തകത്തിൻ്റെ 24-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ മോശയുടെ ന്യായപ്രമാണ പ്രകാരം അവിടെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. ലേവ്യ പുസ്തകം 24, ലേവ്യ 24-ൻ്റെ 17-ാമത്തെ വാക്യം, മനുഷ്യനെ കൊല്ലുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. മനുഷ്യനെ കൊല്ലുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം.
അപ്പോൾ ദാവീദ് വാസ്തവത്തിൽ മരണശിക്ഷ അനുഭവിക്കേണ്ടവരാണ്. പട്ടണത്തിൽ നിന്ന് വലിച്ചിഴച്ച് പുറത്തു കൊണ്ടുപോയി ജനങ്ങളെല്ലാം കൂടെ ചുറ്റും കൂടി നിന്ന് കല്ലെറിഞ്ഞ് കൊല്ലേണ്ടവനാണ്. കല്ലെറിഞ്ഞ് അവൻ്റെ ജീവൻ പോകുന്നത് വരെ. പക്ഷെ അതിന് പകരം ദൈവം എന്ത് ചെയ്തു? അധർമ്മം മോചിച്ചും പാപം മറച്ചും പാപം കണക്കിടാതെയും ഇരുന്നു. തീർച്ചയായിട്ടും ദാവീദ് ഇപ്രകാരം ഭാഗ്യവാൻ എന്ന് പറയുന്നത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. താൻ അനുഭവിച്ച ഭാഗ്യകരമായ അനുഗ്രഹം. തന്നെ കല്ലെറിഞ്ഞ് കൊല്ലേണ്ടതാണ്. ആ വിധത്തിലുള്ള തിന്മയാണ് ചെയ്തത്. ഇപ്പോൾ 32-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിൽ ഉദ്ധരിക്കുമ്പോൾ പ്രവൃത്തി കൂടാതെ അഭക്തനെ നീതീകരിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന ദാവീദിനെക്കുറിച്ച് കാണിച്ചു തന്നു. അതായത് കർമ്മമാർഗങ്ങൾ, സൽപ്രവൃത്തികൾ, പുണ്യപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് ഒരിക്കലും നീതീകരണം പ്രാപിക്കാൻ കഴിയില്ല. ആ മനുഷ്യൻ പക്ഷേ വിശ്വാസം അർപ്പിക്കുമ്പോൾ ദൈവം അവനെ നീതീകരിക്കുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് പൗലോസ് ദാവീദ് ഒന്നും ചെയ്തില്ലെന്നല്ല, ദാവീദ് ഒന്നൊരു പ്രവൃത്തിയും ചെയ്തില്ലെന്നല്ല. താൻ ഭാഗ്യകരമായ ഈ ഒരു അനുഭവത്തിലേക്ക് എത്തുന്നതിന് ദാവീദ് നിഷ്ക്രിയനായി നിന്നു എന്നല്ല അവിടെ പറയുന്നത്. 51-ാം സങ്കീർത്തനം 32-ാം സങ്കീർത്തനം നമ്മളൊന്ന് വായിച്ച് പരിശോധിക്കേണ്ടതുണ്ട്. 51-ാം സങ്കീർത്തനത്തിൻ്റെ 17-ാം വാക്യത്തിൽ ദാവീദിൻ്റെ മനോഭാവം എന്തായിരുന്നു? തൻ്റെ പാപബോധമുണ്ടായപ്പോൾ ദൈവത്തിൻ്റെ ഹനനയാകൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്ന് നുറങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. ദാവീദിൻ്റെ ഹൃദയം തകർന്നു. ദാവീദ് മാനസാന്തത്തോടെ ദൈവസന്നിധിയിൽ ഹൃദയം തകർന്ന് നിലവിളിച്ചു. ദാവീദ് വെറുതെ ഇരിക്കുകയായിരുന്നില്ല. കൂടാതെ 32-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യത്തിൽ ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല, എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. അപ്പോൾ ദൈവത്തോട് നടന്ന പാപം കൃത്യമായി തുറന്ന് സമ്മതിച്ചു, അറിയിച്ചു, മറച്ചില്ല, ന്യായീകരിച്ചില്ല. അത് ദാവീദ് ചെയ്ത കാര്യമാണ്. ഇതിന് 51-ാം സങ്കീർത്തനത്തിൻ്റെ 3-4 വാക്യങ്ങളിലും എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ള ഞാൻ ചെയ്തിരിക്കുന്നു, സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലമായിരിക്കേണ്ടതിന് തന്നെ. ഈ വിധത്തിൽ മനുഷ്യർ പാപത്തെ പരിഗണിക്കണം, കണക്കാക്കണം, ഗൗരവമായി കാണണം. അത് അനേകർ അത് കാണാറില്ല. ഒരു വെളുത്ത തുണിയിട്ട് നമ്മൾ ഉപകരണങ്ങൾ മൂടിയിടുന്നത് പോലെ പക്ഷേ ദൈവം വരുമ്പോൾ വെളുത്ത വസ്ത്രത്തിനകത്ത് ഒളിച്ചിരിക്കുകയാണ്. അവർ ചെയ്ത പാപം ദൈവത്തോടും ദൈവമക്കളോടും സഭയോടും അവർ ചെയ്ത പാപത്തെ കൃത്യമായി സമ്മതിക്കണം, ഏറ്റുപറയണം, ദൈവത്തോട് പറഞ്ഞ് അപേക്ഷിക്കണം, മാപ്പപേക്ഷിക്കണം. ദാവീദ് അത് ചെയ്തു. ദാവീദ് തൻ്റെ പാപം ഏറ്റുപറഞ്ഞു, സമ്മതിച്ചു. അതാണ് നമ്മൾ കണ്ടത്. ഞാൻ നിന്നോട് അറിയിച്ചു, അല്ല ന്യായീകരിച്ചില്ല. മാത്രമല്ല ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. 51-ാം സങ്കീർത്തനത്തിൻ്റെ 1-2 വാക്യങ്ങളൊന്ന് കേൾക്കുക. ദാവീദ് എന്താ പറഞ്ഞത്? 51-ാം സങ്കീർത്തനം, ദൈവമേ നിൻ്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ, നിൻ്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ, എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ, എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എൻ്റെ അകൃത്യം പോക്കണം, എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണം. അതേ അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ എൻ്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിൻ്റെ മുഖം മറയ്ക്കണമേ, എൻ്റെ അകൃത്യങ്ങളൊക്കെ മായ്ച്ചു കളയണമേ. 32-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ ഇത് തന്നെയാണ്. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും, പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവൻ്റെ അടുക്കലോളം എത്തുകയില്ല. ഞാൻ എൻ്റെ ലംഘന യഹോവയോട് ഏറ്റുപറയുമെന്ന് പറഞ്ഞു, അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പ്രവർത്തിക്കാത്തവനെ നീതീകരിക്കുന്ന ദൈവം എന്ന് പറയുമ്പോൾ ദാവീദിൻ്റെ ഉദാഹരണം കാണിക്കുക. ദാവീദ് ഒന്നും ചെയ്തില്ലെന്നല്ല, താൻ ജീവിതത്തിൽ സംഭവിച്ച വലിയൊരു പിഴവ്, ഭീകരമായൊരു പാപാവസ്ഥയെ ദാവീദ് എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? ഇങ്ങനെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലല്ല ദാവീദിനെ ദൈവം അനുഗ്രഹിച്ചത്, ക്ഷമിച്ചത്. പക്ഷെ ദാവീദ് ഇത് ചെയ്തു. ദാവീദിന് ഒരിക്കലും ദൈവത്തിൻ്റെ പാപക്ഷമ വാങ്ങിയെടുക്കാൻ പറ്റില്ല. ഒരു ജോലി ചെയ്തിട്ട് പകരം കൂലി പോലെ തിരിച്ച് കടമായിട്ട് തനിക്ക് കടപ്പെട്ടു എന്ന രീതിയിൽ ദൈവത്തിൽ നിന്ന് വാങ്ങിയെടുക്കാൻ പറ്റില്ല. ദൈവം ദാവീദിനോട് ക്ഷമിക്കുമ്പോൾ അത് കൃപയാണത്, പ്രവൃത്തിയുടെ ഫലമല്ല. അപ്പോൾ റോമലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെ ദാവീദിൻ്റെ ഉദാഹരണം അവതരിപ്പിക്കുമ്പോൾ അവിടെ ഒരു പക്ഷേ വിശ്വാസം എന്ന വാക്ക് അവിടെ കാണുന്നില്ല. യഹൂദന്മാരെ സംബന്ധിച്ച് കാണാതെ അറിയാവുന്ന സങ്കീർത്തനമാണ് 32-ാം സങ്കീർത്തനം. അപ്പോൾ ആദ്യത്തെ 2 വാക്യങ്ങൾ പരാമർശിച്ചപ്പോൾ തന്നെ അവർ ആ മുഴുവൻ സങ്കീർത്തനം അവരുടെ ഓർമ്മയിൽ വന്നെന്ന് വരാം. പക്ഷേ ആ സങ്കീർത്തനത്തിൻ്റെ 10-ാം വാക്യം എന്താ പറയുന്നത്? 32-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാം വാക്യം, അവിടെ ഒരു വാക്യം പറയുന്നത് ശ്രദ്ധിക്കാം. 32-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാം വാക്യം പറയുന്നത്,
ദുഷ്ടന് വളരെ വേദനകളുണ്ട്, യഹോവയിൽ ആശ്രയിക്കുന്നവരെയോ ദയ ചുറ്റിക്കൊള്ളും. യഹോവയിൽ ആശ്രയിക്കുക, ഇതാണ് ദാവീദ് ചെയ്തത്. ദാവീദ് സമ്മതിക്കുകയാണ്, ഞാൻ യഹോവയിൽ ആശ്രയിച്ചു, അത് തന്നെയാണ് വിശ്വാസം. ഇപ്പം ചില വിഷയങ്ങൾ, നമ്മളെ ചിന്താഭാരം ഉണർത്തുന്ന ചില വിഷയങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ഈ കാര്യത്തിൽ. അപ്പോൾ പൗലോസിൻ്റെ അടിസ്ഥാന സന്ദേശം ഈ വേദഭാഗത്തിൽ റോമലേഖനം 4 പൗലോസിൻ്റെ അടിസ്ഥാന സന്ദേശം എന്ന് പറയുന്നത് ക്രിസ്ത്യാനിത്വം ഒരു നിയമ കർമ്മ വ്യവസ്ഥയല്ല. കുറേ കർമ്മങ്ങൾ ചെയ്ത് ഒരു പ്രമാണമനുസരിച്ച് അതിൻ്റെ അനന്തരഫലമായി ലഭിക്കുന്ന അനുഗ്രഹം, അതല്ല ക്രിസ്ത്യാനിത്വം. കൃപയുടെയും വിശ്വാസത്തിൻ്റെ വ്യവസ്ഥയാണ്. കൃപ വിശ്വാസത്തിൻ്റെ വ്യവസ്ഥയാണ്. ഇപ്പോൾ ദൈവം നമ്മിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ അപൂർണമായ തികവില്ലാത്ത അനുസരണത്തെയല്ല നോക്കുന്നത്, നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിലുള്ള വിശ്വാസത്തെയാണ്. ദൈവമേ സ്തോത്രം, എത്ര വലിയ അനുഗ്രഹമാണ്. നമ്മുടെ അനുസരണമൊന്നും തികവുള്ളതല്ല. ദൈവം നമ്മിലേക്ക് നോക്കുമ്പോൾ തികവില്ലാത്ത നമ്മുടെ അനുസരണത്തിലേക്കല്ല, നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുകയാണ്. അപ്പോൾ ഈ പഠനം വളരെ വ്യക്തമായി കാണിച്ചു തരുന്നു. ഒരുപക്ഷെ ഈ പഠനത്തിൽ ഇതിൻ്റെ സങ്കീർണത നിമിത്തം പലതരത്തിലും ഇത് അതിരി കവിഞ്ഞ് വ്യാഖ്യാനിക്കാറുണ്ട്, തെറ്റായ നിലയിൽ കാണാറുണ്ട് പലരും. രണ്ട് വശത്തേക്ക് ചിന്തിക്കും. ഒരു കൂട്ടർ പറയുന്നത് പൗലോസ് പഠിപ്പിക്കുന്ന വെച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള പ്രവൃത്തികളും നമ്മൾ ചെയ്യാൻ വേണ്ട കാര്യമില്ല. ദൈവത്തിൽ നീതീകരിക്കപ്പെടാൻ, പാപമോചനം പ്രാപിക്കാൻ ഒരു വിധത്തിലുള്ള പ്രവൃത്തികളും ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ അവർ പറയേണ്ട കാരണം സ്നാനം ഒഴിവാക്കണം, ദൈവകൽപ്പനയായ സ്നാനത്തെ ഒഴിവാക്കണം. അതിൻ്റെ ആവശ്യമില്ല. കാരണം പ്രവൃത്തികളാലല്ല, സ്നാനം ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞുകൊണ്ട് സ്നാനത്തിൻ്റെ ആവശ്യമില്ലെന്ന് സ്ഥാപിക്കാനായി ഇതിനെ തെറ്റായി വ്യാഖ്യാനിക്കും ഒരു കൂട്ടർ. കാരണം സ്നാനം ഒരു പ്രവൃത്തിയാണ്, പ്രവൃത്തികളാൽ കിട്ടുന്ന നല്ല രക്ഷ. ഇനി മറുവശത്തേക്ക് പോകും. അപ്പോൾ പ്രവൃത്തികളാലല്ല നീതീകരിക്കപ്പെടുന്നത് എന്ന് നമ്മൾ വചനപ്രകാരം പറയുമ്പോൾ ചില മനുഷ്യർ നിരാശയിലാകും. മറ്റുള്ളവരെ പറഞ്ഞു തരും, നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ ഒരു കാര്യവും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഈ സത്യത്തെ രണ്ട് വിധത്തിലും വളച്ചൊടിക്കും. അത് സാധാരണ. അതുകൊണ്ട് ഈ വിഷയം കുറച്ചും കൂടി വിശദമായി നോക്കേണ്ടതുണ്ട്. ആദ്യമായിട്ട് വൈരുദ്ധ്യങ്ങളിലേക്ക് നോക്കാം. പ്രവൃത്തിയും അനുസരണവും. സ്നാനം പ്രവൃത്തിയാണോ എന്നുള്ളത് ഉത്തരം നൽകപ്പെടും ഈ പഠനത്തിൽ. ചില കാരണങ്ങൾ കൊണ്ട് റോമലേഖനം 4 പഠിപ്പിക്കുന്ന വിഷയം പ്രായോഗിക തലത്തിൽ വരുമ്പോൾ ചില എഴുത്തുകാർ ചിന്തിക്കുന്നത് റോമലേഖനം 4 എങ്ങനെ ദൈവ പൈതലാകാം എന്ന വിഷയമാണ് അവതരിപ്പിക്കുന്നത്. ഒരിക്കലും ആ വിധത്തിലല്ല. കാരണം ഇവിടെ അബ്രഹാമിനെ ദാവീദിനെ ഉദാഹരണമായിട്ട് പൗലോസ് ഉപയോഗിക്കുമ്പോൾ അവർ ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ്. ഇതിനകം ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ്. അബ്രഹാം നേരത്തെ ദൈവത്തിൻ്റെ കൂടെ നടന്നവനാണ്. മെൽക്കിസേദിൻ്റെ വാക്കുകൾ നമ്മൾ കണ്ടു. ദൈവം അബ്രഹാമിന് വാഗ്ദാനങ്ങൾ കൊടുത്തു. ദൈവ പൈതലാണ് അബ്രഹാം, ദാവീദും ദൈവ പൈതലാണ്. അതുകൊണ്ട് ഇവരെ എടുത്തുകൊണ്ട് ഈ റോമലേഖനം 4 വിഷയങ്ങൾ എങ്ങനെ ദൈവ പൈതലാകാം എന്നുള്ളതിനെക്കുറിച്ചല്ല. അങ്ങനെ അവർ പലരും പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ കാരണം നേരത്തെ പറഞ്ഞ പോലെ സ്നാനം എന്ന ദൈവിക കൽപ്പന എങ്ങനെയെങ്കിലും ഒഴിവാക്കണം, വെറുതെ വിശ്വസിച്ചാൽ മാത്രം മതി എന്ന് വരുത്തി തീർക്കണം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ്. സ്നാനം ദൈവം മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ദൈവിക പദ്ധതിയിൽ നിർണായകമായ പങ്കുള്ളൊരു കാര്യമാണത്. ദൈവവിശ്വാസിയുടെ എഴുത്തുകാരെ സംബന്ധിച്ച് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പോലെയുള്ള വാദപ്രതിവാദങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല. നമ്മളിന്ന് ആവശ്യം എല്ലാ കാര്യത്തിനും വാദപ്രതിവാദം നടത്തും. റോമലേഖനം 4 പൗലോസ് വളരെ ശക്തമായിട്ട് പറഞ്ഞു, പ്രവർത്തികളല്ല ഒരാൾ നീതീകരിക്കപ്പെടുന്നത്, പ്രവർത്തികളല്ല. പക്ഷേ അതേ സമയത്ത് അതേ പൗലോസ് തന്നെയാണ് റോമലേഖനം 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞത്. റോമലേഖനം 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പൗലോസിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ്: ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വാ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യണം. ഏറ്റുപറച്ചിൽ പറഞ്ഞു പൗലോസ്, എന്നിട്ട് രക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു. അതേ പൗലോസ് തന്നെയാണ് റോമലേഖനം 6-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ അവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നുവെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച നീതിക്ക് ദാസന്മാരായി തീർന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. അവിടെ സ്നാനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇതേ പൗലോസ് തന്നെയാണ് പറഞ്ഞത്, പ്രവൃത്തികളാലല്ല നീതീകരിക്കപ്പെടുന്നത്, പ്രവൃത്തികളല്ല ഒരാളുടെയും പ്രവൃത്തി കൊണ്ട് ഒരാൾ രക്ഷിക്കപ്പെടുന്നില്ലെന്ന് പറഞ്ഞ് അതേ പൗലോസാണ് 6-ാം അധ്യായത്തിൽ സ്നാനത്തെക്കുറിച്ച് ഹൃദയപൂർവ്വം അനുസരിക്കണം ദൈവത്തിൻ്റെ കൽപ്പനകൾ, ഉപദേശ രൂപം. 10-ാം അധ്യായത്തിൽ ഹൃദയത്തിൽ നിന്ന് കർത്താവ് യേശുവിനെ ഹൃദയത്തിൽ നിന്ന് വിശ്വസിച്ചുകൊണ്ട് ഏറ്റുപറയണമെന്ന് പറഞ്ഞു. ഇതേ പൗലോസ് തന്നെയാണ് പറഞ്ഞത്. റോമലേഖനം 6-ാം അധ്യായം മുഴുവൻ സ്നാനത്തെക്കുറിച്ച് വിസ്തീർണമായിട്ട് അവതരിപ്പിക്കും. നാം ചെയ്യേണ്ട കാര്യങ്ങളാണ് അത്. സ്നാനത്തിൽ കർത്താവിനോടുകൂടി മരിച്ച് അടക്കപ്പെട്ട് ഉയർക്കണം. അപ്പോൾ ആ വെള്ളമാകുന്ന കല്ലറയിലൂടെ നാം എഴുന്നേൽക്കണം ജീവൻ്റെ പുതുക്കത്തിൽ നടക്കാൻ. റോമലേഖനം 6-ാം അധ്യായത്തിൻ്റെ 4, 17, 18
7-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലൊക്കെ കാണാം. 7-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലും പറയുന്ന ഇപ്രകാരമാണ്. പൗലോസ് അവിടെ പറഞ്ഞു, ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കുകയുണ്ട്. അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല, ആത്മാവിൻ്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായി. കർത്താവിനോട് ചേരുവാൻ സ്നാനമേൽക്കുമ്പോഴാണ് പരിശുദ്ധാത്മയുടെ ദാനം നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ പൗലോസ് ഒരിക്കലും ഇതെല്ലാം ഏകോപിപ്പിച്ചില്ല, സ്നാനത്തിൻ്റെ എല്ലാ ഘടകങ്ങളും തമ്മിൽ. ഇതെല്ലാം കാരണം വ്യക്തമാണ്, നമ്മൾ ഇതിനകം കണ്ടു. നാം രക്ഷിക്കപ്പെടുന്നത്, നീതീകരിക്കപ്പെടുന്നത് പ്രവൃത്തികളാലല്ല. അതേ സമയത്ത് ദൈവത്തെ അനുസരിക്കേണ്ട കടമയുണ്ട്. ദൈവത്തെ അനുസരിക്കാൻ ചില കാര്യങ്ങളുണ്ട്. കർത്താവ് യേശുവിലുള്ള വിശ്വാസം ഏറ്റുപറയണം, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കണം, എങ്കിൽ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ. പ്രവൃത്തിയല്ല ഇതൊന്നും, ഇത് അനുസരണമാണ്. അപ്പം പ്രവൃത്തിയും അനുസരണവും തമ്മിൽ വേറിട്ട് കാണണം. വിശ്വാസത്തിന് അനുസരണം വരുത്തണമെന്നാണ് പൗലോസ് ആരംഭം മുതൽ പറയുന്നത്. റോമലേഖത്തിൻ്റെ ആരംഭത്തിലെ അവസാന അധ്യായത്തിലും അത് തന്നെയാണ്. വിശ്വാസത്തിന് അനുസരണം വേണം. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒന്ന് ചേരുന്നല്ല, മാനസാന്തരപ്പെടരുത്, ക്രിസ്തുവിന്റെ വിശ്വാസം ഏറ്റുപറയരുത്, സ്നാനപ്പെടരുത് എന്നല്ല, അത് അനുസരണമാണ്. കുറച്ചുകൂടെ മുന്നോട്ട് പോയി മനസ്സിലാക്കുക. രണ്ടാമത്തെ വൈരുദ്ധ്യം സമ്പാദിക്കുന്നതും അനുഭവിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. സമ്പാദിക്കുക, അത് ഏൺ ചെയ്യുക. 2 അനുഭവിക്കുക, അപ്രോപ്രിയേറ്റ് ചെയ്യുക. ഇത് തമ്മിലുള്ള വൈരുദ്ധ്യം നോക്കാം. നാം പലപ്പോഴും പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഈ സന്ദേശത്തെ ഒന്ന് ഏകോപിപ്പിക്കാൻ, ഒന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് നേരിടാറുണ്ട്. കാരണം വ്യക്തമായി വചനം പറയുന്നത് പ്രവൃത്തികളാലല്ല രക്ഷപ്പെടുന്നത്. പക്ഷെ അതേ സമയത്ത് ദൈവം പല കൽപ്പനകൾ നമുക്ക് തന്നിരിക്കുന്നു രക്ഷപ്പെടാനായിട്ട്, രക്ഷിക്കപ്പെടാൻ, നീതീകരിക്കപ്പെടാൻ. അപ്പോൾ ഇതിനകത്തൊരു വ്യത്യാസമില്ലേ എന്നൊരു സംശയം തോന്നാം. ഒരു കാര്യം ആദ്യമേ മനസ്സിലാക്കുക, നമുക്ക് ആർജിച്ചെടുക്കാൻ, സമ്പാദിച്ച് എടുക്കാൻ പറ്റുന്നതല്ല രക്ഷ. അത് നാം അനുഭവമാക്കണം, വിനിയോഗിക്കണം, ഉപയോഗപ്പെടുത്തണം. ഉദാഹരണം, ഇത് മനസ്സിലാക്കിയ ഒരു ഉദാഹരണം പറയാം. ഒരു മനുഷ്യൻ നിങ്ങളുടെ വീട്ടിൻ്റെ വാതിൽക്കൽ വന്ന് മുട്ടുകയാണ്. തനിക്ക് വിശക്കുന്നു, തനിക്ക് ആഹാരം വേണമെന്ന് പറഞ്ഞ് വീട്ടുവാതിൽക്കൽ മുട്ടി. ആ മനുഷ്യനോട് പറയുകയാണ്, വീട്ടിൽ കുറച്ച് വിറകുണ്ട്, അത് കീറേണ്ട ആവശ്യമുണ്ട്. ആ വിറക് നിങ്ങൾ കീറിത്തരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആഹാരം തരാം. ആ മനുഷ്യൻ വിറക് കീറി 2 മണിക്കൂർ എടുത്ത വിറക് കീറി താൻ ആഹാരം കഴിച്ചു. ഈ മനുഷ്യൻ തൻ്റെ ആഹാരം സമ്പാദിച്ച് നേടിയതാണ്. കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി അധ്വാനിച്ച് നേടി തൻ്റെ ആഹാരം. വേറൊരു മനുഷ്യൻ ഇതേ സമയത്ത് മറ്റൊരു വീട്ടിൽ വന്ന് വാതിൽക്കൽ മുട്ടി. ആ മനുഷ്യൻ ഇത് തന്നെയാണ് പറഞ്ഞത്, എനിക്ക് വിശക്കുന്നു, എനിക്ക് ആഹാരം വേണം. വാതിൽ തുറന്ന വീട്ടുടമസ്ഥ പറഞ്ഞു, നല്ല സമയത്താണ് താങ്കൾ വന്നത്. ഞാനിപ്പോൾ വീട്ടിൽ ആരുമില്ല, ഞാനൊരു വലിയൊരു ആഹാരം പ്രിപ്പയർ ചെയ്തു, അത് ആവശ്യത്തിൽ കൂടുതലുണ്ട്, താങ്കൾ കയറി വാ, അകത്ത് വാ, നമുക്കിരുന്ന് അത് കഴിക്കാം. ആ മനുഷ്യൻ അകത്ത് കയറി ആഹാരം ആസ്വദിച്ചു. ആ മനുഷ്യൻ ആഹാരത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല. തനിക്ക് കിട്ടിയ ആഹാരത്തിന് വേണ്ടി താൻ സമ്പാദിച്ച് നേടിയതല്ല ആഹാരം. പക്ഷെ അത് അവൻ അനുഭവിച്ചു. താൻ അധ്വാനിച്ചിട്ടില്ല, പക്ഷെ അത് അനുഭവിച്ചു. അവൻ ആ വീട്ടിനകത്ത് കയറാതിരുന്നുവെങ്കിൽ, മേശയിൽ വന്നിരിക്കാതിരുന്നുവെങ്കിൽ, ആഹാരം വായ്ക്കകത്തേക്ക് പോകാതിരുന്നുവെങ്കിൽ അവനൊരിക്കലും എൻ്റെ പോഷണം കിട്ടില്ല, അത് അനുഭവിക്കാൻ പറ്റില്ല. അവനകത്ത് വന്നു, ആ വീട്ടുടമസ്ഥൻ പറഞ്ഞ പോലെ ചെയ്തു, അത് അനുഭവിച്ചു. ദൈവത്തിൻ്റെ ദാനമായ രക്ഷ നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല, പക്ഷെ നാം അത് അനുഭവിക്കണം, നാം അത് വിനിയോഗിക്കണം. നമ്മുടെ മുമ്പിൽ തരുന്നതായ ആ ദാനം നാം വിനിയോഗിക്കണം. എങ്ങനെയാണ് നാം അത് വിനിയോഗിക്കേണ്ടത്? ദൈവത്തിൻ്റെ പല ദാനങ്ങൾ നാം അനുഭവമാക്കുന്നത് പോലെ തന്നെയാണ്. ഉദാഹരണത്തിന്, ദൈവം നമുക്ക് തന്ന ആഹാരം നാം ഭക്ഷിക്കുന്നു, അങ്ങനെയാണ് അത് അനുഭവമാക്കുന്നത്. ദൈവം നൽകി തന്നിരിക്കുന്ന വായു ശ്വസിക്കുന്നു, അതങ്ങനെ അനുഭവമാക്കുന്നു. അപ്പോൾ അതുപോലെ ദൈവം നൽകി തന്ന രക്ഷ എന്ന ദാനം നാം അനുഭവമാക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്നുള്ളത് ദൈവത്തിന് മാത്രമാണ് പറയാൻ കഴിയുന്നത്. ദൈവം അത് തൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു. ദൈവത്തിന് തന്നെ വ്യക്തമായി പറയുന്നു, രക്ഷ എന്ന ദാനം നിങ്ങൾക്ക് നൽകുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നു. നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് മാനസാന്തരപ്പെടുക. കർത്താവ് യേശു എന്ന രക്ഷകളുള്ള വിശ്വാസം ഏറ്റുപറ. ക്രിസ്തുവിനോട് ചേരുവാൻ, നിങ്ങളുടെ പഴയ മനുഷ്യനെ കുഴിച്ചിടുവാൻ, ക്രിസ്തുവിൻ്റെ മരണമടക്ക ഉയർപ്പിനോട് അനുരൂപപ്പെടുവാനായിട്ട് സ്നാനം സ്വീകരിക്കും. ഇത് പ്രവൃത്തികളാൽ നേടുന്നതല്ല, ഇത് അനുസരണം. ഈ അനുസരണത്തിലൂടെ രക്ഷ എന്നുള്ളത് നാം അനുഭവമാക്കുകയാണ്. ഇതിനെയാണ് പലരും തെറ്റിദ്ധരിപ്പിച്ചിട്ട് സ്നാനം ഒരു പ്രവൃത്തിയാണ്, പ്രവൃത്തികളെ രക്ഷപ്പെടില്ലെന്ന് പൗലോസ് പറഞ്ഞിട്ടില്ലേ, ബൈബിൾ പറയുന്നില്ലേ? അറിവില്ലായ്മ കൊണ്ട് എന്തൊക്കെയാണ് മനുഷ്യനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. തിരുവഴുത്ത് ശരിയായി മനസ്സിലാക്കുക. നമുക്ക് നൽകി തന്ന അനുഗ്രഹം, ഈ 2ാമത്തെ വീട്ടിൽ മുട്ടിയ മനുഷ്യൻ
അദ്ദേഹത്തിന് വേണ്ടി അല്ലെങ്കിൽ പോലും ഒരുക്കപ്പെട്ട ആഹാരം തനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. അതാണ് ദൈവം നമുക്ക് ചെയ്തു തന്നത്. നമ്മൾ അപ്രോപ്രിയേറ്റ് ചെയ്യണം, അനുഭവിക്കണം, വിനിയോഗിക്കണം. നാളെ ചില കാര്യങ്ങൾ കൂടി നമുക്ക് ഈ വിഷയത്തിൽ നമുക്ക് ചിന്തിക്കാം, നമ്മുടെ തീരുമാനങ്ങളെക്കുറിച്ച്. അപ്പം വിശ്വാസത്താലാണ് നീതീകരണം. അബ്രഹാമിൻ്റെ ഉദാഹരണം, ദാവീദിൻ്റെ ഉദാഹരണം. ദാവീദിന് എന്താണ് വാസ്തവത്തിൽ കിട്ടേണ്ടിയിരുന്നത്? തന്നെ വലിച്ചിഴച്ച് എല്ലാവരും കൂടെ ചെന്ന് കല്ലെറിഞ്ഞ് കൊന്നുകളയേണ്ട അവസ്ഥയാണ്. ഒരു ചെറിയ പാപമൊന്നുമല്ല. ആ മനുഷ്യൻ പറഞ്ഞു, അധർമ്മം മോചിച്ചും പാപം മറച്ചു കിട്ടിയ മനുഷ്യൻ, ദൈവം പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. അതിൻ്റെ അർത്ഥം ദാവീദ് ഒന്നും ചെയ്യാതിരുന്നില്ല. പാപത്തെക്കുറിച്ച് അതിൻ്റെ സമീപനം എന്താണ്? ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന തരത്തിൽ വെള്ളയും ഒക്കെ ഇട്ട് വീണ്ടും ഒന്ന് അവതരിക്കുകയല്ല. നിരപ്പിലാകേണ്ടവരുടെ നിരപ്പിലെത്തണം. സോറി പറയേണ്ടത് സോറി പറയണം. ചെയ്തു പോയ തെറ്റ് എല്ലാവരോടും മാപ്പ് ചോദിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണം. അതൊരു വിശ്വാസിക്ക് മാത്രമേ കഴിയൂ. അല്ല, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു വലിയ കപടതയാണ്, അറിവില്ലായ്മയാണ്. ദൈവം മനുഷ്യരെ അനുഗ്രഹിക്കില്ല. അപ്പോൾ ദാവീദിനെ ദൈവം അനുഗ്രഹിച്ചു. ഭാഗ്യവാൻ എന്ന വാക്ക് ഉപയോഗിച്ചു ദാവീദ്. ഇതിൽ പരം ഭാഗ്യം എന്തുണ്ട്? ജീവൻ പോകേണ്ട ഒരവസ്ഥ. അത്ര വലിയ തിന്മയാണ് ചെയ്തു കൂട്ടിയത്. പക്ഷെ ദൈവം പാപം മറച്ച്, അതിക്രമം മോചിച്ച്, പാപം കണക്കിട്ടില്ല. നേട്ടത്തിൻ്റെ കോളത്തിൽ വിശ്വാസം എഴുതി ദൈവം ഉജ്ജ്വലമായിട്ടുള്ള ഒരു ക്രമീകരണം നടത്തി തന്നെ രക്ഷിച്ചു. താൻ ചെയ്ത പാപത്തിൻ്റെ ഭവിഷ്യത്ത് ന്യായമായിട്ടും താൻ അനുഭവിക്കേണ്ടി വരും, അത് വേറൊരു കാര്യം. പക്ഷെ പാപം ക്ഷമിച്ചു. ഭവിഷ്യത്ത് അനുഭവിക്കുമ്പോഴും ദൈവകൃപയുണ്ടാകും. ഇതിൻ്റെ ഹൃദയത്തിന് ബോധിച്ച മനുഷ്യനായി നിലകൊണ്ടു, വേദനിച്ചു, കഷ്ടപ്പെട്ടു. കുടുംബത്തിനകത്ത് മക്കൾ തമ്മിൽ പല പ്രശ്നങ്ങളായി, കുടുംബത്തിന് സമാധാനമില്ലാത്ത അവസ്ഥയുണ്ടായി. പക്ഷെ തൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടില്ല. പലരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണ് ദൈവത്തിൻ്റെ മാർഗങ്ങളെക്കുറിച്ച്. ദൈവവചനം നമ്മളെ പഠിപ്പിക്കട്ടെ. പരിജ്ഞാനത്തിന് വേണ്ടി ആഗ്രഹിക്കുക, ദൈവം നമുക്ക് തരും. അപ്പോൾ വിശ്വാസത്താൽ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഒരു അനുസരണവും തികവുള്ളതല്ല. പിന്നെ ദൈവം എവിടെയൊക്കെ നോക്കുന്നത്? നമ്മുടെ ഹൃദയം, അവിടെ ദൈവത്തിലുള്ള വിശ്വാസം അതുണ്ടായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം അടുത്ത പഠനത്തിൽ.